ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ബാലൻസ് എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇന്ന് കാണിക്കുന്നത് സച്ചിയെ രേവതിയാണ്. രേവതി നല്ല രീതിയിൽ രേവതിക്ക് പനി കൂടിയത് കൊണ്ട് തന്നെ രേവതിയും കൂട്ടിയിട്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ രേവതിയോട് പറയുകയാണ്, ഡോക്ടർ പറഞ്ഞത് നീ കേട്ടല്ലോ, നന്നായിട്ട് ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് സുഖമായിട്ട് കിടക്കണം, എന്നാൽ മാത്രമേ ഈ പനി മാറിക്കിട്ടുള്ളൂ. അല്ലാതെ ഇനി വീട്ടു ജോലികളൊന്നും തീർന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെയും വീട്ടു ജോലികളെല്ലാം നീയായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ അസുഖം മാറുമൊന്നുമില്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയ ആരും ഉണ്ടാവില്ല സഹായത്തിന്. ഈ ഞാൻ തന്നെ ഓട്ടവും കളഞ്ഞ് നിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അതൊക്കെ നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് രേവതി പറയാണ്, സച്ചേട്ടാ അതൊക്കെ എനിക്കറിയാം, വാ നമുക്ക് വേഗം പോവാം, വീട്ടിൽ കുറച്ച് പണിയുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, രേവതി നിന്നോട് തന്നെയല്ലേ ഞാൻ ഈ പറയുന്നത് റെസ്റ്റ് ചെയ്യാൻ, അപ്പോൾ നിനക്ക് വീട്ടിൽ പോയിട്ട് പണി ചെയ്യണം അല്ലേ, അതൊക്കെ ആരെങ്കിലും ചെയ്തോളും. അപ്പോൾ രേവതി പറയാണ്, അങ്ങനെ ആരെങ്കിലും ചെയ്തോളാന്ന് വിചാരിച്ചാലേ ആരും ഭക്ഷണം കഴിക്കലുണ്ടാവില്ല സച്ചേട്ടാ, എല്ലാവർക്കും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണ്ടേ, ജോലി ഉള്ളതല്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, എല്ലാവർക്കും നല്ല കൈയും കാലും ഒക്കെ ഉണ്ട്, അവരൊക്കെ വർക്ക് ചെയ്യുന്ന കൈയും കാലും ഒക്കെ തന്നെയാണ്, അവർക്ക് വേണ്ടത് അവർ കഴിച്ചോളും, നീ ആയിട്ട് കഷ്ടപ്പെടാൻ നിൽക്കണ്ട, വാ നിനക്ക് വേണ്ടതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചു തരാമെന്ന് പറയണം. അങ്ങനെ ഭക്ഷണം കഴിച്ച് മരുന്നും കഴിച്ച് പതിയെ അങ്ങ് ചെന്നാൽ മതി, അവിടുത്തെ ജോലിയൊക്കെ അവരൊക്കെ ചെയ്തോളാം, നീ ഒന്ന് മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കാൻ നോക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ പോകാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്നൊരു ആംബുലൻസ് വരികയാണ്. ആംബുലൻസ് നിർത്തുന്നത് ഇവരുടെ ഫ്രണ്ടിൽ തന്നെയാണ്. ആംബുലൻസിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് നമ്മുടെ ആദിയുടെ അമ്മുമ്മയാണ്. അവർ കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ. ഇത് കാണുന്ന സച്ചിയും രേവതിയും പെട്ടെന്ന് ആകെ ഷോക്കാവാണ്. അയ്യോ എന്താ അമ്മയെ പറ്റിയത്, ആദിക്ക് എന്താ പറ്റിയെന്ന് രേവതി ചോദിക്കുകയാണ്. അപ്പോഴേക്ക് സച്ചിയോട് രേവതി അപ്പോൾ അമ്മൂമ്മ പറയണം, അവൻ്റെ കണ്ണിന് അടിപെട്ടു, അതുകൊണ്ട് അവന് പെട്ടെന്ന് കൊണ്ടുവന്നാണ്, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് ഇടിച്ചിട്ടിട്ട് പോയതാണ്, അയാൾ നിർത്തിയത് പോലുമില്ല, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് ആകെ ഭയമായിട്ട് വയ്യ, എൻ്റെ കൂടെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർ വിഷമിക്കുകയാണ്. ഈ സമയത്ത് രേവതിയും സച്ചിയും പറയുകയാണ്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ എന്തായാലും അമ്മയുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും, എന്തായാലും അവൻ്റെ ഓപ്പറേഷൻ കേട്ടിരിക്കുകയല്ലേ, ആ ഓപ്പറേഷനൊക്കെ കഴിയുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, ഞങ്ങൾ ഇവിടെ തന്നെ കൂടെ ഉണ്ടാവും, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറയാണ്. ഈ സമയത്താണ് ആദിയുടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കേട്ടാണ്. അപ്പോൾ ആദ്യം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കേട്ടപ്പോൾ മുത്തശ്ശി വിചാരിക്കുകയാണ്, ഇതെങ്ങനെയെങ്കിലും ശ്രുതിയെ വിളിച്ച് അറിയിക്കണം. പക്ഷേ രേവതി സച്ചി ഇവിടെ നിൽക്കുമ്പോൾ അവളെ വിളിക്കുന്നത് ഒട്ടും സേഫ് ആയിരിക്കില്ല, ഇവരൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിയോട് പറയുകയാണ്, മോളെ നീ എന്താ ഇവിടെ, നിനക്ക് എന്താ പറ്റിയേ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മുത്തശ്ശി ചോദിക്കുന്നത്. അപ്പോൾ രേവതി പറയും, എനിക്ക് പ്രത്യേകിച്ച് വയ്യായികയൊന്നും ഇല്ല മുത്തശ്ശി, ഒരു ചെറിയ പനി, സാധാരണ ഒരു പനിയാണ്, മോളെ നീ ഇവിടെ നിൽക്കണ്ടേ, എന്തായാലും നിനക്ക് പനിയല്ലേ, നീ വീട്ടിൽ ചെന്ന് റെസ്റ്റ് ചെയ്തോ എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി രേവതി പറയാണ്, ഇതൊക്കെ ഒരു സാധാരണ പനിയാണ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ എന്തായാലും കൊച്ചിൻ്റെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യത്തിന് അമ്മയ്ക്ക് ശ്രുതിയോട് പറയാനായിട്ട് പറ്റുന്നുമില്ല. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഈ സമയത്ത് ഡോക്ടറോട് സച്ചി ചോദിക്കുകയാണ്, കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നോളൂ, കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഐബോൾസിന് ഒന്ന് അടി കൊള്ളാത്തത് കൊണ്ട് തന്നെ ആ കണ്ണിന് യാതൊരു പ്രശ്നവുമില്ല, കണ്ണിന് മുകളിലായിട്ടാണ് പ്രശ്നമുള്ളത്, കുഞ്ഞ് സേഫാണ്, അപകട നില തരണം ചെയ്തിട്ടുണ്ട്, 4 ദിവസത്തേക്ക് ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയാണ് കേട്ടോ. അവർ ഓരോ ഓർഡറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർഡറുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഷോപ്പിനകത്തെ സീനാണ് കാണിക്കുന്നത്. ഈ സമയത്ത് രേവതിയുടെ അടുത്ത് നിന്ന് അമ്മ ആദിയുടെ മുത്തശ്ശി രേവതിയോട് പറയാണ്, എന്തായാലും കൊച്ചിനെ വാർഡിലേക്ക് മാറ്റുമല്ലോ, വാർഡിൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ സമാധാനമുണ്ട്, ഇനി രേവതി സച്ചി ഇവിടുന്ന് പൊക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോഴും രേവതി പറയാണ്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ബില്ല് വരുന്നു. ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് സച്ചി പറയാണ്, അയ്യോ മോൻ ബില്ലൊന്നും അടയ്ക്കണ്ട, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് മോനെ, ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, അതിനിപ്പോൾ എന്താ, വളരെ ചെറിയ തുകയെ മാത്രമല്ലേ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ, നമ്മളെല്ലാവരും സ്വന്തക്കാരെ പോലെ തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് അടയ്ക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പോൾ അമ്മ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയണം. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ, ഡോക്ടർ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കൊച്ചിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാമോ എന്നിങ്ങനെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സച്ചി വേഗം തന്നെ താഴെ ചെന്ന് ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് രേവതിയോടും കൊച്ചിനോടും ഭക്ഷണം കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് ശ്രുതിയുടെ അമ്മ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ശ്രുതി ഒന്ന് വിളിച്ച് കാര്യം പറയണം, ഇതിപ്പോൾ രേവതി സച്ചി ഉള്ളത് കൊണ്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം
പ്രശ്നമാവും. അതുകൊണ്ട് അപ്പോൾ രേവതി പറയണം, അതെന്താ അമ്മേ ഞാൻ വായിൽ വെച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എനിക്കത് സന്തോഷമേ ഉള്ളൂ എന്ന് പറയും. ഈ സമയത്ത് അമ്മ എന്ത് ചെയ്യണം, ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് ഈ സമയത്ത് എന്നെ വിളിക്കരുതെന്ന് ശ്രുതി പറയുകയാണേ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് ശ്രുതി പറയാം കേട്ടോ. അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, മോളെ ഇങ്ങനെ ആദിക്ക് ആക്സിഡൻറ്റ് പറ്റി അവൻ്റെ കണ്ണിലാണ് ആദ്യം കൊണ്ടത്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പറയണേ. ഇത് കേട്ടാൽ ശ്രുതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അയ്യോ എൻ്റെ കൊച്ചിന് എന്താ പറ്റിയത്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ശ്രുതി ആകെ വിഷമിച്ചിട്ട് സംസാരിക്കണം. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, ഞാനത് ഇപ്പം തന്നെ വരാമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ്, മോളെ നീ ഇപ്പോൾ ഒന്നും വരാൻ നിൽക്കണ്ട, നീ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, കാരണം ഇവിടെ സച്ചി രേവതി ഉണ്ടെന്ന് പറയുകയാണേ. അപ്പോഴേക്കും അമ്മയോട് സച്ചി രേവതിയോ, അവരെന്താ അവിടെ, അമ്മ വിളിച്ചു വരുത്തതായിരിക്കും അല്ലേ അവരെന്ന് പറയുകയാണേ. അപ്പോൾ അമ്മ പറയണം, മോളെ ഞാൻ വിളിച്ചു വരുത്തിയതൊന്നും അല്ല, നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ അവനെ അവരുടെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ഇവിടേക്ക് ഞാൻ വരുന്ന സമയത്ത് അവിടെ സച്ചി രേവതി ഉണ്ടായിരുന്നു. രേവതിക്ക് എന്തോ പനിയായത് കൊണ്ട് സച്ചി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഭാഗ്യത്തിന് അവർ രണ്ടുപേരും ഉണ്ടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു എന്ന് പറയുകയാണെ. അവർ പോയതിന് ശേഷം ഞാൻ നിന്നെ വിളിച്ചു പറയാമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഇല്ലമ്മേ എനിക്ക് എൻ്റെ മോനെ കാണണം, എൻ്റെ മോനെ ഏത് അവസ്ഥയിലായിരിക്കുമോ എന്തോ, എനിക്കിപ്പോൾ എൻ്റെ മോനെ കാണണം, അമ്മ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുമെന്ന് പറയുകയാണെ. അപ്പോഴേക്കും അവർ പറയാം, അങ്ങനെ പറയല്ലേ മോളെ, അവരെ ഞാൻ എന്ത് പറഞ്ഞിട്ട് പറഞ്ഞു വിടാനാണ്, എന്തായാലും അവർ പോട്ടെ, അതിനുശേഷം നീ വന്നാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുക, ഇന്ന് ഇത് എങ്ങനെയെങ്കിലും ഒരു അവസരം വന്നിട്ട് അവരെ ഒന്ന് മാറ്റണം എന്ന് പറയണം. ആ സമയത്ത് ശ്രുതി പറയുകയാണ്, ശ്രുതി നമ്മുടെ പുതിയ ക്ലയൻ്റാണ് കേട്ടോ, ഇതാണ് എൻ്റെ ഭാര്യ, എൻ്റെ ബിസിനസ്സിൽ എന്നെ സഹായിക്കുന്ന ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് നോക്കിയിട്ട് നമ്മുടെ കസ്റ്റമർ ഓരോ കാര്യങ്ങളും കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി അതൊന്നും പെട്ടെന്നൊന്നും ഉത്തരം പറയാതെ നിൽക്കുകയാണ്, ആകെ മൈൻഡ് ഔട്ടായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയോട് ചോദിക്കുകയാണ്, അല്ല ശ്രുതി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അപ്പോൾ ശ്രുതി പറയുകയാണ്, എന്ത് ടെൻഷൻ, ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, പിന്നെ നല്ല രീതിയിൽ നമുക്ക് സെയിൽസൊക്കെ നടക്കുന്നുണ്ടല്ലോ. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ വന്നതാണ്. ഇന്നാണെങ്കിൽ എനിക്ക് വലിയ പാർലറിൽ വർക്കും ഇല്ല, അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കിറ്റിലുണ്ടല്ലോ, ഈ കിറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ, ഓരോ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, അതുപോലെ തന്നെ നമ്മൾ ഈ കെറ്റിലെടുത്ത് കൊണ്ടുവന്നിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും വിതരണം ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൊമോഷൻ കൂടിയാണ്. അപ്പോൾ ശ്രുതി പറയണം, അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ വരുള്ളൂ, കുറച്ചൊക്കെ നമ്മൾ വിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്ത് ശ്രുതി, ഈ കെറ്റിലുകളെല്ലാം നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെക്കുന്നു, ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ആവശ്യക്കാർ നമ്മളെ തേടി വരും. അപ്പോൾ നമ്മുടെ കട പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഓരോ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ കടകളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പിന്നെ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തും. അങ്ങനെ നമ്മുടെ ബിസിനസ് ഉഷാറായിട്ട് പോവുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ശ്രുതി പറയാണ്, നിൻ്റെ ഐഡിയ കൊള്ളാം, നന്നായിട്ടുണ്ട്, നിനക്ക് ഭയങ്കര ബുദ്ധിയാണ്, നിന്നെ കണ്ടിട്ട് എനിക്ക് കുറേ പഠിക്കാനുണ്ട്, എന്തായാലും പറഞ്ഞ കാര്യം എനിക്കിഷ്ടമായി, നീ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങാമെന്ന് പറയുകയാണ്, ഞാനും വരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രുതി വന്നാൽ എങ്ങനെ ശരിയാവുക, ശ്രുതി ഇവിടെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യൂ, ഞാൻ പോയിക്കോളാം, നാളെ മുതലല്ല ഇന്ന് മുതൽ തന്നെ ഞാൻ പോയിക്കോളാം, ഇപ്പം തന്നെ എന്ന് പറയുകയാണ്. കുറേ കെറ്റിലുമായിട്ട് നമ്മുടെ ശ്രുതി വെച്ച് പിടിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അടുത്ത സീനിൽ കാണിക്കുന്ന സച്ചിയും രേവതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മുത്തശ്ശിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ മേടിക്കാനായിട്ട് രണ്ടുപേരും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് രേവതിയോട് സച്ചി പറയുകയാണ്, എന്തായാലും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്നത് നിമിത്തമായി, അല്ലായിരുന്നെങ്കിൽ ആദിക്ക് പാവം, അവന് ആദിക്കുട്ടൻ ഒറ്റപ്പെട്ടു പോയേനല്ലേ രേവതി എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരി തന്നെയാണ് സച്ചേട്ടാ, അല്ലെങ്കിൽ അവൻ ഒറ്റപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് ശ്രുതി അവിടെ കാണുന്നുണ്ട്, കുറേ കെറ്റിലും കയ്യിലായിട്ട്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അല്ല ഇതെന്താ പാർലറമ്മ കെറ്റിലൊക്കെ ആയിട്ട്, എന്താ ഇവിടെ പരിപാടി, സാധാരണ മേക്കപ്പ് ഇടാനായിട്ടല്ലേ വരിക, ഇവിടെ അങ്ങനെ മേക്കപ്പ് ഇടാനായിട്ട് ആരെയും കിട്ടില്ലല്ലോ, കൈയും കാലൊക്കെ ഒടിഞ്ഞ ആൾക്കാരല്ലേ ഉള്ളൂ, ഡ്രസ്സിങ് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ശ്രുതി പറയുകയാണ്, സച്ചി ഞാൻ വെറുതെ വന്നൊന്നുമല്ല, ഞാൻ എൻ്റെ കെറ്റിലുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മുടെ കടയുടെ പ്രൊമോഷനും കൂടെയാണ്,
അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയുകയാണെ. ഓ, ഭയങ്കര ബുദ്ധിയാണ് പാർലറമ്മയ്ക്ക്. എന്തായാലും ശ്രുതിയുടെ ബുദ്ധിയൊന്നുമല്ല, പാർലറമ്മയുടെ ബുദ്ധി തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, നോക്ക്, ഇത് ഞാനും ശ്രുതിയും കൂടെ തീരുമാനിച്ചെടുത്ത കാര്യമാണ്, അല്ലാതെ ഒരാളുടെ ബുദ്ധിയൊന്നുമല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും ഈ കെറ്റിൽ കൊണ്ടുപോയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അപ്പം നിങ്ങളവിടെ പോകാൻ ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അന്ന് വന്ന ആദ്യം എന്ന് പറയുന്ന കൊച്ചില്ലേ, അവനെ ഓർക്കുന്നുണ്ടോ ശ്രുതി എന്ന് പറയുകയാണ്. ശ്രുതിയോ? ആദ്യമോ? ഒരു ചെറിയ ഓർമ്മയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് ഓപ്പറേഷൻ കയറ്റിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളാ കൂടെ നിന്നതൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല, റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേൾക്കുന്ന ശ്രുതി പെട്ടെന്ന്, അയ്യോ, എന്നിട്ട് ആ കുഞ്ഞിന് എന്താ പറ്റിയത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല, എന്തിനാ ഇങ്ങനെ പിടയ്ക്കുന്നത്? കാരണം ശ്രുതിയായിട്ട് യാതൊരു ബന്ധവും ആ കുട്ടിക്കില്ലല്ലോ, പക്ഷേ ശ്രുതിയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ബന്ധമുള്ള പോലെയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, വേറൊന്നുമല്ല, കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയാം. അപ്പോഴേക്ക് രേവതി പറയാണ്, ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ കെറ്റിൽ കൊടുക്കാൻ പോകുന്ന സമയത്ത് കാണാൻ പറ്റുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി കെറ്റിൽ കൊടുക്കാനായിട്ട് പോവുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ സച്ചിൻ രേവതിയും ക്യാൻറ്റീനിലേക്കും പോകുന്നുണ്ട്. ഈ സമയത്ത് വേഗം തന്നെ ശ്രുതി കുറച്ച് വർക്കൊക്കെ ഈ കെറ്റിലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് നേരെ റൂമിലേക്ക് കയറാണ്. കൊച്ചിനെ കണ്ണൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ശ്രുതി പെട്ടെന്ന്, മോനെ, അമ്മേനെ നോക്കടാ, ആൻറ്റിയെ നോക്കടാ, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ്. എൻ്റെ കൊച്ചിങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നില്ല, അമ്മ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കരയാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് എനിക്ക് ഭയങ്കര വിഷമം. അമ്മയാണ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്യാണത്തിലേക്ക് എന്നെ തള്ളിവിട്ടത്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇപ്പോൾ ഈ കുഞ്ഞിനോട് മാത്രമാണ് എനിക്ക് നീതി പുലർത്താൻ സാധിക്കാത്തത്. ഇത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളമാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ പറയണം, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ, അവനിപ്പോൾ ഒരു കുഴപ്പമില്ല, അവന് കണ്ണിന് അടിപെട്ടിട്ടില്ല, അതുമാത്രമല്ല കൊച്ചിനൊരു കുഴപ്പമില്ല, രേവതി സച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ വേഗത്തിൽ എല്ലാം കഴിയുകയും ചെയ്തു, സച്ചി എല്ലാം ചെയ്തു തന്നു. അപ്പോഴേക്കും ശ്രുതി പറയാണ്, എന്നിട്ട് അമ്മ അവരെ സ്വീകരിച്ച് ആനയിച്ചായിരിക്കും അല്ലേ, എങ്ങനെയെങ്കിലും രണ്ടിനെ പറഞ്ഞു വിട്, ഞാൻ എന്തായാലും വൈകുന്നേരം ഇങ്ങോട്ട് വരികയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാം, എൻ്റെ കൊച്ചിനെ വിട്ടു പിരിഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അവർ രണ്ടുപേരും പോവും, അതിനുശേഷം നിന്നെ വിളിച്ച് പറയാം, നീ വരണമെന്നില്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അങ്ങനെ വീട്ടിലേക്ക് പോകണ്ട, 4 ദിവസം കഴിയുമ്പോൾ കെട്ടിടം എടുക്കാൻ ഇതായിട്ട് വരണ്ടേ, അപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരില്ലേ, ഞാൻ പറയുന്നത് പോലെ അമ്മ കേട്ടാൽ മതി, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയണം. ഇനി ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അമ്മ പുറത്തെവിടെയെങ്കിലും ലോഡ്ജോ റൂമോ എടുത്തിട്ട് ഞാൻ നിന്നോളാം എന്ന് പറയുകയാണ്. ശരി എന്നും പറഞ്ഞിട്ട് അമ്മ പോവുകയാണ്. അപ്പോൾ ശ്രുതി ഇവർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അടുത്ത് തിരിച്ചു വരുന്ന വഴിക്കും നമ്മുടെ സച്ചിയും രേവതിയും കാണുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് സച്ചിയും രേവതിയും ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ശ്രുതിയെ കണ്ടതും സച്ചി ചോദിക്കുകയാണ്, അല്ല, പ്രമോഷനൊക്കെ കഴിഞ്ഞോ? അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, പ്രമോഷനൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതി പറയുന്നത്, കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിക്കണ്ടേ. അപ്പോൾ ശ്രുതി പറയണ്ട, പാവം കുഞ്ഞ്, ഞാൻ ആകെ കണ്ണൊക്കെ കേട്ട് എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയണ്ടേ. അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട്, സത്യം, എനിക്കും ഭയങ്കര വിഷമമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുകയാണ്, പാവം അമ്മയും കുഞ്ഞും എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട്, അതും ഈ അമ്മയ്ക്കൊരു മോളുണ്ട്, അവൾ ദുബായിൽ പോയി കിടക്കുകയാണെന്നാണ് പറയുന്നത്. സ്വന്തം അമ്മയും സഹോദരൻ്റെ കുഞ്ഞിനെയും കളഞ്ഞിട്ട് ദുബായിൽ പോയി കിടക്കുന്ന അവളെയൊക്കെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ കുറ്റങ്ങൾക്ക് കുറേ പറയുകയാണ്. അത് ശരിക്കും പറയാൻ നമ്മുടെ ശ്രുതി തന്നെയാണല്ലോ. ശ്രുതിക്ക് നല്ല ദേഷ്യം വരും. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്, അവരെവിടെയെങ്കിലും കിടക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ എന്തിനാ ആലോചിക്കുന്നതെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി ചോദിക്കുകയാണ്, അല്ല, പെട്ടെന്ന് എന്താ പാർലറമ്മ ചൂടാവുന്നത്, പാർലറമ്മയ്ക്ക് അമ്മയുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ അവർക്ക്, പിന്നെന്തിനാ പാർലറമ്മ ഇങ്ങനെ പെട്ടെന്ന് ചൂടാവുന്നതെന്ന് ചോദിക്കണ്ടേ. അപ്പോൾ ശ്രുതിക്ക് സ്വബോധം വരികയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അത് പിന്നെ നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലേ, നിങ്ങളെന്തിനാ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന, ജോലിക്ക് പോയിക്കൂടെ എന്ന് പറയാണ്, എന്നാലേ പൈസയൊക്കെ ഒപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കണ്ടേ. അപ്പോഴേക്കും രേവതിക്കിട്ടൊരു തട്ട് കൊടുത്തിട്ടാണ് ശ്രുതി പോകുന്നത്. അതിനോട് പരിണിത ഫലമായിട്ട് രേവതി കൊടുക്കുകയാണ്. രേവതി പറയാണ്, ഞങ്ങളൊക്കെ ദിവസക്കൂലിക്കാരല്ലേ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, ഞങ്ങൾക്കൊക്കെ ഒരു ദിവസം ഇല്ല ജോലിക്ക് പോയില്ലെങ്കിൽ എന്തൊക്കെയാണ് നഷ്ടം, പക്ഷേ നിങ്ങളൊക്കെ അല്ലേ വലിയ തൊഴിലധിപർ, നിങ്ങൾക്ക് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളല്ലേ,
അപ്പോൾ ഞങ്ങളെ കാര്യം വിട്ടേക്ക്, എന്തായാലും ശ്രുതിക്ക് ജോലി ഉണ്ടല്ലോ അല്ലേ, ശ്രുതി അങ്ങ് പൊയ്ക്കോ എന്ന് പറയുകയാണെ. ഇവിടെ നിന്ന് നഷ്ടം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് പറയുക. ഇത് കേട്ടത് സച്ചിക്ക് ചിരി വരികയാണ്. ശ്രുതിക്കും അമ്മൾ പറ്റിയല്ലോ എന്നൊരു ബോധത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യവും അതുപോലൊരു മറുപടി ഒന്നും ശ്രുതി പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ശ്രുതി പറയുകയാണ്, ശരി ഞാൻ പോവാണ്, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ. ചന്ദ്ര എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. വർഷയും അതുപോലെ ശ്രീകാന്തിനെയും എല്ലാവരും വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാവരും ഇവിടെ വാ, ഇന്ന് ഉച്ചയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാമെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കണം, അതെന്താ ഇത്ര കാലം ടേസ്റ്റ് ഇല്ലാത്ത ഫുഡാണോ നീ കഴിച്ചുകൊണ്ടിരുന്നത്? ഒരുത്തി പനിയാണ്, വയ്യായികയാണ്, തലകറക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കള കയറാതെ ഇരിക്കുകയല്ലേ. അവളുടെ വിചാരം അവൾക്ക് മാത്രമേ ഫുഡ് ഉണ്ടാക്കാൻ അറിയുള്ളൂന്നാണ്. അവൾ കയറിയില്ലെങ്കിൽ ആർക്കും ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ് അവളുടെ വിചാരം. അപ്പോൾ ശ്രീകാന്ത് പറയാം, അമ്മ എന്തിനാ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇടയ്ക്കൊക്കെ ഏടത്തേക്ക് തീരെ വയ്യാത്തതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്, അല്ലാതെ ഇത് കാരണമാണ്. എപ്പോഴും ഏടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ നമ്മളെല്ലാവരും കഴിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, പിന്നെ അവൾ വലിയ കാര്യമായിപ്പോയി. എന്നിട്ട് അവൾ എപ്പോഴും എണീറ്റുണ്ടാക്കുന്നത്, അവൾ ഉണ്ടാക്കുന്നത് കാര്യം മാത്രമേ പറയാനുള്ളൂ. അവളുടെയൊക്കെ സ്വഭാവം എനിക്കറിയില്ലേ, അവൾക്ക് എന്ത് അസുഖമെന്നാണ് പറയുന്നത്, വെറുതെ ഒരു തെണ്ടാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുക, ചുമ്മാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയുകയാണേ. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, അവൾക്ക് തീരെ വയ്യ ചന്ദ്രയെ, അതുകൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റലിൽ പോയത്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. അപ്പോൾ വർഷ പറയാണ്, ആൻറ്റി എന്തിനാണ് കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്, ആൻറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് മാത്രം, ആൻറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കില്ലേ, എന്തിനാണ് വെറുതെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ്, എനിക്കെന്ത് കഷ്ടപ്പാട്, എന്തായാലും ഞാൻ വെച്ചുണ്ടാക്കുന്നുണ്ട്, എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിക്കുക. മോളെ ശ്രുതി നീ വയറ് നിറയെ ഭക്ഷണം കഴിക്കുമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരണമെന്ന് ശ്രുതിയുടെ അമ്മയോട് പറയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മയോട് സച്ചി ചോദിക്കുകയാണ്, അല്ലമ്മേ 4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരണമല്ലോ, അപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് ഭയങ്കര കഷ്ടമല്ലേ, അപ്പോൾ എവിടെയെങ്കിലും തങ്ങാൻ പറ്റുമോ? അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുകയാണ്, ചിലപ്പോൾ എവിടെയെങ്കിലും തങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ തങ്ങാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് രേവതി സച്ചിയും പറയണം, എന്തിനാ ഈ ഹോസ്പിറ്റലിലേക്ക് തങ്ങുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളൂ, അവിടെ ആകുമ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ തങ്ങാം, കൊച്ചിൻ്റെ കാര്യമാകുമ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ നോക്കേണ്ടി വരില്ലല്ലോ, അമ്മയ്ക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വാ, നമുക്ക് എൻ്റെ വീട്ടിൽ തങ്ങാമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സച്ചിൻ പറയാണ്, അത് ശരിയാണ് ശ്രുതി പറഞ്ഞത്, രേവതി പറഞ്ഞത് ശരി തന്നെയാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടാന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അമ്മ ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. വേണ്ട മോനെ, ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം, അല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം, മോൻ എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഒരുപാട് സച്ചി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഇവർ എന്തായാലും മാറില്ല, പോയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഒന്നും പറയേണ്ട, അമ്മ എന്തായാലും ഞങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞിട്ട് ഇവർ നിർബന്ധിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, രേവതിയുണ്ട്, കൊച്ചിൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളും, എല്ലാവർക്കും സന്തോഷമാവുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ മനസ്സ് വിചാരിക്കുകയാണ്, ഇത് ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം, അവൾ വിളിച്ചു പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കില്ല, അവൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ദേഷ്യപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്, വിളിക്കുന്നത് ശരിയാവില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർക്ക് വിളിക്കാനൊരു ഗ്യാപ്പും കിട്ടുന്നില്ല, ഇവർ സച്ചിയുടെ കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് മക്കളൊക്കെ വിളിക്കുന്നത്. അപ്പോൾ രേവതിയാണ് ഫസ്റ്റ് കയറി ചെല്ലുന്നത്. അപ്പോൾ രേവതിയെ കണ്ടപ്പോഴേക്കും ചന്ദ്ര പറയണം, ഓ മഹാറാണി എത്തിയല്ലോ, നാടൊക്കെ ചുറ്റിക്കണ്ട് സന്തോഷിച്ച് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ മഹാറാണി എത്തിയിട്ടുണ്ട്, എവിടെ രാജാവ് എവിടെ എന്ന് ചോദിക്കണം. രാജാവ് വന്നില്ലല്ലോ എന്ന് പറയണേ. എന്നിട്ട് പുറകിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ മോളെ സച്ചി എവിടെ, സച്ചിയാണോ മോള് നോക്കുന്നതെന്ന് ചോദിക്കണ്ടേ. അപ്പോഴേക്കും ഈ ശ്രുതിയുടെ അമ്മ അവിടേക്ക് വരികയാണ്. ശ്രുതി ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അങ്ങനെ സച്ചി കൊച്ചിനെയും കൊണ്ട് വരികയാണ്. എന്നിട്ട് ഇവരെന്താ ഇവിടെ ചന്ദ്ര ചോദിക്കുമ്പോൾ രേവതി പറയാണ്, അത് പിന്നെ ഇങ്ങനെ കൊച്ചിന് ആക്സിഡൻ്റ് ആയി, അപ്പോൾ അവർക്ക് പോകാനായിട്ട് വേറൊരു ഇടവുമില്ല, അത് കാരണം ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നേ ഉള്ളൂ. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വിളിച്ചു വരുത്തും, എവിടെ ഉള്ള ഐറ്റങ്ങളൊക്കെ ആണോ ആവോ ആർക്കറിയാം എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ്, എന്താണ് ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നുണ്ട്. രവീന്ദ്രൻ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാണ് രേവതിയോടും സച്ചിയോടും ഇങ്ങോട്ട് വരുന്നില്ല എന്ന്, കൂട്ടുകുടുംബമാണെന്നൊക്കെ, അപ്പോൾ അവർ പക്ഷെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയണ്ടേ. അതെന്തായാലും നന്നായി, ഇവരെ കൊണ്ട് ഇവരിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കഷ്ടം തന്നെയാണ്, എന്തുകൊണ്ടും നന്നായി എന്ന് പറയുകയാണ്. അപ്പോൾ
നമ്മുടെ ശ്രീകാന്തും പറയുന്നുണ്ട്, അയ്യോ കുഞ്ഞിന് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ടല്ലോ, എന്തായാലും കുഞ്ഞിവിടെ താമസിച്ചോട്ടെ എന്ന് പറയണ്ടേ. അപ്പോൾ ശരിയാ, ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറയണേ. ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ആകെ ഞെട്ടൽ വരികയാണ്. അപ്പോൾ ചന്ദ്ര പറയണേ, എല്ലാ ദാരിദ്ര്യം പിടിച്ചതുങ്ങളും ഇങ്ങോട്ട് വരും. എടാ സച്ചിൻ, നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ളവർക്ക് കിടക്കാൻ സ്ഥലമില്ല, റൂമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇവിടെ കലഹമാണ്. അതിൻ്റെ കൂടെ ഇവരെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സച്ചിൻ? നിനക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ മഹാറാണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അല്ലാതെ ഇങ്ങടേക്കല്ല കൊണ്ടുവരേണ്ടെന്ന് പറയണേ. അത് ചന്ദ്ര പറയുന്ന രീതി മോശമാണെങ്കിലും ഒരു കാര്യം ശരിയാണ്, അവിടെ റൂമില്ലാന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് അടിയാണ്. ശരിയാണ്, അതിനിടയ്ക്ക് ഇത് ചെയ്തത് ശരിക്കും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടിയും മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടുവന്നത് തെറ്റ് തന്നെയാണെന്ന് എനിക്കും തോന്നിയത്. ചന്ദ്രയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ ഈ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, അമ്മേ എന്തായാലും ഇവരോട് വന്നല്ലോ, അവരോട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ചന്ദ്ര ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ അമ്മേ, ഞാൻ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, അവർ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഈ ആൻറ്റി എന്നെ ഒരുപാട് അന്വേഷിപ്പിച്ചിട്ടുണ്ട്, ആ കൊച്ചു ആൻറ്റി ഇവിടെ നിന്നോട്ടെ എന്ന് ശ്രുതി പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയണേ, എന്തായാലും എല്ലാവരും പറയില്ലേ, ശരി നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ, എവിടെ നിൽക്കാനായിട്ട്, ഈ കൊച്ചിനെ കണ്ടാൽ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട്, ഇതിനൊക്കെ എവിടെ നിന്ന് എങ്ങനെ ഉണ്ടായ കൊച്ചാണാവോ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് കലി വരുന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, എന്തായാലും ഇവിടെ നിൽക്കട്ടെ, എന്തായാലും ഞങ്ങളുടെ റൂമിൽ തന്നെ കൊച്ചു കഴിഞ്ഞോട്ടെ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്ര, നിങ്ങളുടെ റൂമിലോ? ആ ഞങ്ങളുടെ റൂമിൽ, ഈ കുഞ്ഞു കൊച്ചല്ലേ, സാരമില്ല എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ടോ. അപ്പോൾ ആ കുഞ്ഞോടെ നിന്നോട്ടെ ആൻറ്റി എന്ന് പറയാണ്. അങ്ങനെ കൊച്ചിനെ ആ റൂമിലേക്ക് മാറ്റുകയാണ്. ഈ സമയത്ത് ചന്ദ്ര പറയാണ്, മോളെ ശ്രുതി, നീ ഒരു കാര്യം ചെയ്തോ, നാളെ തന്നെ രണ്ടിനെ പറഞ്ഞു വിട്ടേക്കണം. നിനക്ക് കുറേ ഐഡിയകളുള്ളതല്ലേ, നീ എന്തായാലും എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞിട്ടുള്ളൂ. ഈ വീട്ടിൽ ഇവരൊരു ആവശ്യമില്ല. ശ്രുതിക്ക് ഒന്നും പറയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 എപ്പിസോഡിൽ കാണിക്കുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത ഗംഭീരമായിട്ടുള്ളൊരു സീനാണ് വരുന്നത് നാളത്തെ എപ്പിസോഡിൽ. അതെന്തൊക്കെയാണെന്നുള്ളത് നാളെ കാണാം.